ഹായ് ഫ്രണ്ട്സ്, ടെക് ടെക് പവറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ആംപ്ലിഫയറിൻ്റെ സർവീസാണ്. ഇത് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ സർവീസിന് കൊണ്ട് തന്നതാണ്. അപ്പം ഓൾറെഡി ഞാനിൻ്റെ നോബുകൾ രണ്ട് കൺട്രോൾസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം വോളിയം കൺട്രോളാണ്. വോളിയം കൺട്രോൾ എന്ന് പറയുമ്പോൾ ഈ ബോഡിയിൽ നിന്ന് വരുന്ന കൺട്രോളാണ്. ഈ ബോഡിയിൽ വരുന്നൊരു കൺട്രോളാണ്. 47K ആണ്. അത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് വീണ്ടും ഒരു കൺട്രോൾ ഉണ്ട്. ഇപ്പോൾ ഒരെണ്ണം അതിൻ്റെ വോളിയമാണ്, മൈക്കിൻ്റെ. ഇത് മൈക്കാണ് കണക്ട് ചെയ്യുന്നത്. ഈ മൈക്ക് കണക്ഷൻ ഇതിലേക്കാണ് വരുന്നത്, ഈ ബോർഡിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ ബോർഡിലേക്ക് വരുമ്പോൾ മൈക്കിൻ്റെ വോളിയത്തിൻ്റെ കൺട്രോളാണ് 47K. അത് നമ്മൾ ചേഞ്ച് ചെയ്തു, പുതിയ നോബൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കൺട്രോൾ ഈ ബോഡിയിൽ നിന്ന് വരുന്നത് എക്കോയാണ്. ഇപ്പോൾ എക്കോയുടെ കൺട്രോളും പോയിരുന്നു, അത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. രണ്ട് കൺട്രോൾസ് നമ്മൾ ചേഞ്ച് ചെയ്തു. പിന്നെ അതിൻ്റെ നോബുകൾ ചേഞ്ച് ചെയ്തിട്ടു. അപ്പം നമ്മുടെ കൊണ്ട് തരുന്ന സമയത്ത് നോബുകളൊന്നുമില്ല. പിന്നെ വോളിയം കൺട്രോളിൻ്റെ ഈ ഭാഗം കണ്ടോ, ഇവിടെയൊക്കെ പൊട്ടിപ്പോയതാണ്. ഈ ഭാഗം പൊട്ടിപ്പോയതാണ്. പിന്നെ നമ്മൾ ചേഞ്ച് ചെയ്ത് പവർ സപ്ലൈയുടെ സൈഡിൽ നിന്ന് രണ്ട് ഡയോഡ് 6 ആംസിൻ്റെ രണ്ട് ഡയോഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഡയോഡ് ഈ ഭാഗത്തായിരുന്നു, ഈ ഭാഗത്ത് രണ്ട് ഡയോഡ്. അപ്പം രണ്ട് ഡയോഡും ഷോർട്ടായിപ്പോയി. ഷോർട്ടായതിനു ശേഷം നമ്മൾ ആ രണ്ട് ഡയോഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അടിയിൽ രണ്ട് ഡയോഡ് ചേഞ്ച് ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് മൊത്തം ഇത് കണക്ഷനെല്ലാം എടുത്തിട്ടേക്കാണ്. അതുപോലെ തന്നെ MP3 പ്ലെയർ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു MP3 പ്ലെയർ ഉണ്ട്. ഇപ്പോൾ ഈ MP3 പ്ലെയറിൻ്റെ സ്വിച്ച്, ഈ മോഡെന്നുള്ള സ്വിച്ച് വർക്കാകുന്നില്ലായിരുന്നു, കംപ്ലൈൻ്റ് ആയിരുന്നു. ഈ മോഡെന്നുള്ള സ്വിച്ചാണ്. ഈ സ്വിച്ച് കംപ്ലൈൻ്റ് ആയത് കാരണം വർക്കാകത്തില്ലായിരുന്നു. അപ്പം സ്വിച്ച് വർക്കിംഗ് അല്ലായിരുന്നു. അപ്പോൾ ആ സ്വിച്ച് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ചേഞ്ച് ചെയ്ത് രണ്ട് കൺട്രോൾസും അതിൻ്റെ നോബ്, പിന്നെ ഇവിടെ ഡയോഡ് ചേഞ്ച് ചെയ്തു. ഇനി നമുക്കിത് മൊത്തം ഇളക്കിയിട്ടേക്കാണ്. ഇപ്പം നമുക്കിത് ഫുള്ള് ഫിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇതിനകത്ത് പിന്നെ ഇവിടെ ഈ ഭാഗത്ത് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ USB, മൈക്ക്, കരോക്കെ, ഇങ്ങനെ 3 ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇതിൽ തന്നെയാണ് സെലക്ടർ സ്വിച്ചായിട്ട് ഈ സ്വിച്ചാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പം ഇവിടെ ഇങ്ങനെ ഈ ഒരു സ്വിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കണക്ഷൻ കൊടുക്കണം. അപ്പം ഈ ബോർഡിൽ നിന്ന് മൈക്കിൻ്റെത്, അതുപോലെ തന്നെ ഈ MP3 പ്ലെയറിൻ്റെ ഔട്ട്, ഈ മൈക്ക് കണക്ട് ചെയ്യുന്ന ബോർഡിൻ്റെ ഔട്ട്, അതുപോലെ തന്നെ ഈ രണ്ടും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഔട്ട്, എല്ലാം കൂടെ നമുക്ക് ഈ ആംപ്ലിഫയർ ബോർഡിലേക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് ഈ നോബ് വഴിയാണ്, സെലക്ടർ സ്വിച്ച് വഴിയാണ് നമുക്കത് സെലക്ട് ചെയ്യണം. USB ആണോ മൈക്കാണോ ഏതാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ സെലക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്വിച്ചാണ്. അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് കണക്ഷൻ കൊടുക്കണം. പിന്നെ ഈ ബോർഡാണ് ഇതിൻ്റെ ആംപ്ലിഫയർ ബോർഡ്. ഇതിനകത്ത് രണ്ട് സ്പീക്കർ വരുന്നുണ്ട്. 8 ohmൻ്റെ രണ്ട് സ്പീക്കറാണ്. അപ്പോൾ ഞാൻ സ്പീക്കർ കാണിച്ചു തരാം. അഴിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് രണ്ട് സ്പീക്കറുകൾ. ഈ രണ്ട് സ്പീക്കറുകൾ അഴിച്ചു വെച്ചേക്കാണ്. അപ്പം ഈ രണ്ട് സ്പീക്കർ ഞാൻ ബോക്സിൽ നിന്ന് അഴിച്ചു വെച്ചതാണ്. അത് നമുക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ബോർഡിൻ്റെ ഈ ഭാഗത്ത്, ഇത് ആംപ്ലിഫയർ ബോർഡാണ്. ഈ ആംപ്ലിഫയർ ബോർഡിൻ്റെ ഈ ഭാഗം ആംപ്ലിഫയർ സെക്ഷനും ഈ ഭാഗം BT ബോർഡാണ്, ബാസ് ട്രബിൾ ബോർഡാണ്. അപ്പോൾ അതിൻ്റെ ബാസ് ട്രബിളിൻ്റെ കൺട്രോളാണ് ഈ കാണുന്നത് അടിയിൽ. ഇതൊന്ന് കാണിച്ചു തരാം. ഈ കൺട്രോൾ രണ്ടും BT ബാസ് ട്രബിൾ കൺട്രോൾസാണ്. അപ്പോൾ അതിൻ്റെ കൺട്രോൾ നേരെ വരുന്നത് കൺട്രോൾസ് ഇതിലേക്കാണ്. ഈ ആംപ്ലിഫയർ ബോർഡിൻ്റെ തന്നെ ഈ ഒരു പാർട്ട് BT ബോർഡാണ്, ബാസ് ട്രബിൾ കൺട്രോൾസാണ്, കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇതാണ് BT സെക്ഷന്. ഇതാണ് ആംപ്ലിഫയർ സെക്ഷൻ. ഇപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന ആംപ്ലിഫയർ IC എന്ന് പറഞ്ഞാൽ TDA 7297 എന്ന് പറഞ്ഞുള്ള IC ആണ്. 7297 ഈ IC ആണ് ഇത് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു 15 വാട്ട്സ് വൺ സൈഡ് നമുക്ക് കിട്ടും. ഇപ്പം രണ്ട് സ്റ്റീരിയോയാണ്. സ്റ്റീരിയോ ഔട്ടാകുമ്പോൾ ഒരു സൈഡിൽ 15 വാട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ ഈ സൈഡിലും 15 വാട്ട്സ്. ടോട്ടൽ 30 വാട്ട്സ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. പിന്നെ യൂസ് ചെയ്തേക്കുന്നത് 12 വോൾട്ട് 5 ആംപിയറിൻ്റെ ഒരു ആംസിൻ്റെ ഒരു ട്രാൻസ്ഫോമറാണ്. അപ്പം ട്രാൻസ്ഫോമർ ഒക്കെയാണ്. അതുപോലെ പവർ സപ്ലൈ കംപ്ലൈൻ്റ് ആയിരുന്നു, ഡയോഡ് ഡിഫോൾട്ട് ആയിരുന്നു, അത് നമ്മൾ ചേഞ്ച് ചെയ്തു. പിന്നെ ഈ കൺട്രോൾസ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കൺട്രോൾസ് എല്ലാം പ്രോബ്ലം ആയിരുന്നു, കൺട്രോൾസ് ചേഞ്ച് ചെയ്തു. ഇനി അടുത്ത കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട്. ഇന്നത്തെ ഈ സ്വിച്ച് എന്ന് പറഞ്ഞാൽ AC നമുക്ക് കോഡ് വയർ ഉണ്ട്. ഇപ്പോൾ ഈ കോഡ് വയർ ഇട്ട് കഴിഞ്ഞ് AC-യിലേക്ക് ഇടാം. AC-യിലിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് AC-യിൽ വർക്ക് ചെയ്യിക്കാം. അത് കഴിഞ്ഞ് ഇതിനകത്ത് ഏറ്റവും ഡൗണിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ DC ആണ്, DC ബാറ്ററി ഉണ്ട്.
ബാറ്ററിയിൽ ഇതിനകത്ത് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ബാറ്ററിയിലും വർക്ക് ചെയ്യാം. താഴോട്ടിട്ട് നമുക്ക് ബാറ്ററിയിൽ വർക്ക് ചെയ്യിക്കാൻ പറ്റും. നേരെ മുകളിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ AC മെയിൻസ് AC കണക്ട് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റും. സെൻറ്ററിൽ ഇട്ട് കഴിഞ്ഞാൽ ഒന്നുമില്ല. പിന്നെ ചാർജിങ്, ബാറ്ററി ചാർജ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് ബാറ്ററി ചാർജ് ആകും. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ്. നമുക്ക് ഈ സൈഡ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമുക്ക് മൈക്കിൻ്റെ ജാക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള കണക്റ്റേഴ്സ് ഉണ്ട്. ജാക്ക് കണക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ്. ഇപ്പോൾ ഈ ബോർഡ് നമുക്ക് ഇത് കംപ്ലൈൻ്റ് ഉണ്ട്. ഇതിൻ്റെ എക്കോ സെക്ഷൻ വർക്കെല്ലാം തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടൊന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തതിന് ശേഷം പ്രോപ്പറായിട്ട് നല്ല നീറ്റായിട്ട് വയറിംഗ് ഒക്കെ നല്ല രീതിയിൽ കേബിൾ ടേ ചെയ്യണം. ഇത് ഇങ്ങനെയാണ് നമുക്ക് കൈ കിട്ടുമ്പോൾ ഇതുപോലെ നേരത്തെ ആരോ ഇത് അസംബിൾ ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ഒരു നീറ്റില്ലാത്ത രീതിയിലായിരുന്നു എൻ്റെ കിട്ടിയത്. ഇപ്പോൾ നമുക്കിത് അഴിച്ച് കംപ്ലൈൻ്റ് എല്ലാം സോൾവ് ചെയ്തതിന് ശേഷം നീറ്റായിട്ട് കേബിൾ ടൈ ഒക്കെ ഇട്ട് നല്ല രീതിയിൽ ഫിറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് കൊടുക്കണം. പിന്നെ LED നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 2 LED ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഗ്രീന് ആംപ്ലിഫയർ ഓൺ ആകുമ്പോൾ ഉള്ള ലൈറ്റാണ്. പിന്നെ റെഡ് ബാറ്ററി ചാർജിങ് സെക്ഷൻ ടൈമിൽ ഓൺ ആവേണ്ട ലൈറ്റാണ്. പിന്നെ ഇത് ആംപ്ലിഫയറിൻ്റെ വോളിയം കൺട്രോൾ, ഇത് ബാസ് കൺട്രോൾ, ഇത് ട്രിബിൾ കൺട്രോളാണ്. പിന്നെ ഇത് മൈക്കിൻ്റെ വോളിയമാണ്. ഇത് മൈക്കിൻ്റെ എക്കോ ആണ്. ഇവിടെ നമുക്ക് 2 മൈക്ക് കണക്ട് ചെയ്യാം. ഈ 2 മൈക്കും 2 മൈക്കല്ല, ഒറ്റ മൈക്കാണ്. ഒറ്റ മൈക്ക് 2 ജാക്ക് പാരലായിട്ട് കണക്ട് ചെയ്യുക. ഇവിടെ ഇത് കൊടുത്താലും മൈക്ക് 2 പാരലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇത് 2ൻ്റെ വോളിയം സിംഗിളായിട്ടുള്ള വോളിയം. ഇപ്പോൾ ഒരു മൈക്കേ ഉള്ളൂ സത്യത്തിലിവിടെ. ഇത് പാരലായിട്ട് വീണ്ടും ഒരു മൈക്കിൻ്റെ ജാക്ക് കൊടുത്തേക്കുന്നതാണ്. പിന്നെ ഇത് ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഈ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ആംപ്ലിഫയറിന് മുൻപുള്ള സെക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രീ ആമ്പ് സെക്ഷനിൽ നിന്ന് വരുന്ന ഔട്ടാണ് ഇവിടെ കിട്ടുന്നത്. പ്രീ ആമ്പ് ഔട്ടാണ്. ഈ പ്രീ ആമ്പ് ഔട്ട് വേണമെങ്കിൽ നമുക്ക് അടുത്തൊരു ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടി ഇട്ടേക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് സർവീസിന് വന്നതാണ്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കംപ്ലയിൻറ്റ് സോൾവ് ചെയ്തതിന് ശേഷം നല്ല നീറ്റായ രീതിയിൽ നമുക്കിത് കേബിൾ ടൈ ഒക്കെ ഇട്ട് നല്ല രീതിയിൽ വയറിങ് ചെയ്യണം. ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നേരത്തെ ആരോ ചെയ്ത് ഇങ്ങനെ കൊടുത്തതാണ്. ഞാനിപ്പോൾ എൻ്റെ ഈ സർവീസ് വന്നപ്പോൾ ഞാൻ അഴിച്ച് ഇത് നമുക്ക് നീറ്റായിട്ട് ഇത് ചെയ്ത് റെഡിയാക്കണം. ഇതിൻ്റെ അകം അകം എല്ലാം സർവീസ് എല്ലാം കഴിഞ്ഞു. വയറിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വയറിൻ്റെ ലെങ്ത് അനുസരിച്ച് നമ്മൾ മാക്സിമം നീറ്റായിട്ട് കേബിൾ ടൈ ഒക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത് ആംപ്ലിഫയർ ഇതിനകത്ത് നമുക്ക് കയറ്റി വെക്കണം. കയറ്റി വെച്ച് ടൈറ്റ് ചെയ്യണം. ബാക്കി കാര്യങ്ങളൊക്കെ അതിന് ശേഷം കാണിക്കുന്നതാണ്. നമ്മൾ സർവീസ് ചെയ്ത ആംപ്ലിഫയർ പാർട്ടാണിത്. അപ്പോൾ ഇത് നേരെ ഇതിനുള്ളിലേക്ക് കയറ്റി നമ്മൾ ഇവിടെ ഇങ്ങനെ സ്ക്രൂ ഒക്കെ ചെയ്ത് ടൈറ്റ് ചെയ്തു. നേരത്തെ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ സെക്ഷൻ ഈ ഒരു സൈഡിലോട്ട് ചേർന്നായിരുന്നു. ഇവിടെ 2 ഗ്യാപ്പില്ലായിരുന്നു. ഈ സൈഡിൽ ഗ്യാപ്പില്ല, ഈ സൈഡിൽ ഗ്യാപ്പുണ്ട്. അപ്പം ഇതിൻ്റെ കോഡ് വയർ ഇങ്ങനെ നമുക്ക് AC പവറിൽ കണക്ട് ചെയ്യാനുള്ള കോഡ് വയർ നേരെ ഈ സൈഡിൽ കൂടെ ആയിരുന്നു എടുത്തിരുന്നത്. അപ്പം നമ്മളത് ചേഞ്ച് ചെയ്തിട്ട് നേരെ ബാക്ക് സൈഡിലൂടെ ആക്കിയിട്ടുണ്ട്. ഇവിടെ ഹോൾ ഇട്ടിട്ട് ഇതുവഴി ആക്കിയിട്ടുണ്ട് കോഡ് വയർ. പിന്നെ സ്പീക്കറിൻ്റെ ഇവിടെ നമ്മളൊരു നേരത്തെ തന്നെ ഈ സ്പീക്കറിൻ്റെ ഇവിടെ ഹോളില്ലായിരുന്നു. എയർ പാസ് ചെയ്യാൻ വേണ്ടിയുള്ള ഹോളില്ലായിരുന്നു. നമ്മൾ എയർ പാസ് ചെയ്യാൻ വേണ്ടിയുള്ള ഹോൾ ഇട്ടിട്ട് അതിൻ്റെ എയർ പാസ് ട്യൂബ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സാധാരണ വൂഫറുകളിലും അതുപോലെ തന്നെ ബോക്സുകളിലൊക്കെ വരുന്ന പോലുള്ള ട്യൂബാണ് ഫിറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ 2 സൈഡിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ സൈഡ് നമ്മൾ ചെയ്തു, ഇപ്പുറ സൈഡിലും ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലും ചെയ്തിട്ടുണ്ട്. ഈ സൈഡിൽ നമ്മൾ അതുപോലെ എയർ പാസ് ട്യൂബ് ചെയ്തിട്ടുണ്ട്. അപ്പം എയർ പാസ് ചെയ്യാനുള്ള ഒരു വേ നമ്മൾ ഇട്ടെങ്കിൽ മാത്രമേ സൗണ്ട് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യത്തുള്ളൂ. കാരണം ഈ സ്പീക്കർ വോയിസ് ചെല്ലുമ്പോൾ ഓഡിയോ സിഗ്നൽ ചെന്ന് കഴിയുമ്പോൾ ഇതിന് മുൻപോട്ടും പുറകോട്ടും നന്നായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ, കമ്പനം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇതിന് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എയർ പാസ് ചെയ്യണമെങ്കിൽ അതിന് പറ്റത്തുള്ളൂ. അപ്പോൾ നേരത്തെ ഇല്ലായിരുന്നു, നമ്മളത് ചെയ്തിട്ടുണ്ട്. എയർ പാസ് ട്യൂബൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ഇതിൻ്റെ 2 കൺട്രോൾസ് അതിൻ്റെ നോബ് ചേഞ്ച് ചെയ്തു. ഈ MP3 പ്ലെയറിൻ്റെ ഈ മോഡെന്നുള്ള സ്വിച്ച് വർക്കിംഗ് അല്ലായിരുന്നു, ആ സ്വിച്ച് ചേഞ്ച് ചെയ്തു. പിന്നെ ഇവിടെ സെറ്റിങ്സ്, ഈ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത് USB-യിലാണോ വർക്ക് ചെയ്യേണ്ടത്, മൈക്കാണോ എന്നൊക്കെയുള്ള നമുക്ക് സെലക്ടർ സ്വിച്ച് നമ്മളതിൻ്റെ ഓപ്ഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മളിവിടുത്തെ LED ചാർജിങ് LED അതുപോലെ തന്നെ
ആംപ്ലിഫയർ ഓൺ LED ഒക്കെ നമ്മൾ ചേഞ്ച് ചെയ്തു. പിന്നെ പവർ സപ്ലൈ കംപ്ലൈൻ്റ് ആയിരുന്നു, പവർ സപ്ലൈ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാറ്ററി, ഇതിൻ്റെ 12 വോൾട്ട് ബാറ്ററിയിലും വർക്ക് ചെയ്യും. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇപ്പം ബാറ്ററിയിലാണ്, നമ്മൾ AC മെയിൻസ് കണക്ട് ചെയ്തിട്ടില്ല, ഇതാണ് മെയിൻസ് കോഡ് കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ AC ബാറ്ററിയിൽ നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റും. അതുപോലെ തന്നെ AC-യിലും വർക്ക് ചെയ്യിക്കാം, ചാർജിങ്ങും ചെയ്യാൻ പറ്റും. ഇപ്പം ഇതിപ്പം ആംപ്ലിഫയർ ഓണാണ്. ഇപ്പോൾ നമുക്കിത് MP3 പ്ലെയർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നോബ് സെലക്ട് ചെയ്യണം. ഇപ്പം നമുക്ക് MP3 പ്ലെയറിൻ്റെ ഓപ്ഷൻ ബ്ലൂടൂത്ത് എന്നുള്ളത് വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ FM-ലേക്ക് ഓരോന്നും ചേഞ്ച് ചെയ്യാൻ പറ്റും. ബ്ലൂടൂത്തിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി വീണ്ടും ഒന്നുകൂടെ തിരിച്ചു കഴിഞ്ഞാൽ ഇത് ഓഫായിട്ട് നമുക്ക് മൈക്കിലേക്ക് പോകും. ഇവിടെ മൈക്കാണ്, അപ്പോൾ മൈക്ക് ഞാൻ കണക്ട് ചെയ്ത് കാണിക്കാം. മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ മൈക്കിലൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സൗണ്ട്, ഹലോ 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 മൈക്ക് ടെസ്റ്റിംഗ്, ഹലോ ഹലോ മൈക്ക് ടെസ്റ്റിംഗ്, ഹലോ 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 മൈക്ക് ടെസ്റ്റിംഗ്, ഹലോ ഹലോ മൈക്ക് ടെസ്റ്റിംഗ്, ഹലോ 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 മൈക്ക് ടെസ്റ്റിംഗ്, ഹലോ 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 മൈക്ക് ടെസ്റ്റിംഗ്, ഹലോ 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 മൈക്ക് ടെസ്റ്റിംഗ്, ഹലോ ഹലോ മൈക്ക് ടെസ്റ്റിംഗ്. ഇതൊക്കെയാണ് മൈക്കിൻ്റെ എക്കോ, കട്ട് ചെയ്യണം. ഹലോ 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 മൈക്ക് ഓക്കെയാണ്. ഇപ്പം മൈക്ക് ഇവിടെ കൊടുക്കാനുള്ള ജാക്കും ഇവിടെ കൊടുക്കുക, രണ്ടും പാരലാണ്, മൈക്ക് പാരലാണ്. അപ്പോൾ ഒരു വോളിയമേ ഉള്ളൂ മൈക്കിന് വേണ്ടി. പിന്നെ എക്കോ ഉണ്ട്, ബാസ്, ട്രബിൾ ഉണ്ട്, ആംപ്ലിഫയറിൻ്റെ വോളിയം ഉണ്ട്. പിന്നെ ഇത് നമുക്ക് ഔട്ട് എടുക്കാനാണ്, നമ്മുടെ ഇതിൻ്റെ പ്രീ ആംപ് ഔട്ടാണ്. പ്രീ ആംപ് ഔട്ട് നമുക്ക് അടുത്ത ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് എടുക്കാൻ പറ്റും. പ്രീ ആംപ് ഔട്ട് ഇതാണ്. പിന്നെ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഓഫ് ചെയ്യാം. മെയിൻസ് കണക്ട് ചെയ്യാണ്. മെയിൻസ് കണക്ട് ചെയ്തിട്ട് കാണിക്കാം. മെയിൻസ് ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ചാർജിങ് ആണ്. ചാർജിങ്ങിൻ്റെ LED വന്നിട്ടുണ്ട്. മെയിൻസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഞാൻ AC-യിലേക്ക് ഇടുകയാണ്. AC-യിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ AC-യിലേക്ക് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംപ്ലിഫയർ ഓണാണ്. ആംപ്ലിഫയർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ AC-യുടെ പൊസിഷനിൽ മെയിൻസ് കണക്ട് ചെയ്ത് ഡയറക്റ്റ് ബാറ്ററി അല്ല. അപ്പോൾ AC ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഓഫായി പോകും. ഞാനിപ്പം സെൻറ്ററിലേക്ക് ഇടുകയാണെങ്കിൽ ആംപ്ലിഫയർ AC-യുടെ സെക്ഷനിലേക്കുള്ള AC-ന്ന് വരുന്ന പവർ ആംപ്ലിഫയറിലേക്ക് വരുന്നില്ല, ഓഫായിട്ടുണ്ട്. താഴെ ബാറ്ററിയിലേക്ക് ഓൺ ചെയ്യുകയാണ്. ഇതിപ്പം താഴെ ബാറ്ററിയിലേക്കാണ് ഓൺ ചെയ്തത്. ഇപ്പം താഴോട്ട് ബാറ്ററിയാണ്. താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ ബാറ്ററി, സെൻറ്ററിൽ ഇട്ട് കഴിഞ്ഞാൽ ഓഫാണ്. ചാർജിങ് മാത്രം നടക്കും മെയിൻസിൽ. മുകളിലോട്ട് ഇട്ടാലും AC-യിലാണ് വർക്കിംഗ് ചെയ്യുന്നത്. പിന്നെ മെയിൻസ് കോഡുകൾ നമ്മൾ ചേഞ്ച് ചെയ്തിരുന്നു. മെയിൻസ് കോഡ് ചേഞ്ച് ചെയ്തു. ചിലപ്പോൾ നേരത്തെക്കാട്ടി നല്ല സൗണ്ട്, നല്ല പക്കയാണ്. നമ്മൾ നന്നായിട്ട് സർവീസ് ചെയ്ത് നല്ല രീതിയിലാക്കിയിട്ടുണ്ട്. ഇതാണ് സൈഡ് വ്യൂ. ഇതാണ്. ഇപ്പം ഇതിൻ്റെ ഇൻസൈഡൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. രണ്ട് സൈഡിലാണ് സ്പീക്കർ കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ ഇത് നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ പോയതല്ല. അപ്പോൾ നമ്മളത് സ്ക്രൂ ഒക്കെ ചെയ്ത് ടൈറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. 12 വോൾട്ട് ബാറ്ററി, 7Hൻ്റെ 12 വോൾട്ട് ബാറ്ററിനകത്തുണ്ട്. ഈ ചാനൽ ഒരുപാട് ടെക്നിക്കൽ റിലേറ്റഡുള്ള വീഡിയോസ് ഉണ്ട്. നിങ്ങൾ താല്പര്യമാണെങ്കിൽ കാണുക. അതുപോലെ കമൻറ്റുകളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ദയവായിട്ട്. പിന്നെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.